Hello everyone, welcome to Shabu's Look once again. ഷപ്ന ഫാസിലാണ്. ഓൾറെഡി ഞാൻ മൈക്രോഗ്രീൻസിൻ്റെ 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേതിൽ മണ്ണിൻ്റെ ഒന്നും സഹായമില്ലാതെ നമ്മളുടെ കിച്ചണിൽ തന്നെ വെറും ടിഷ്യൂ പേപ്പറിൽ എങ്ങനെ മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കാമെന്നുള്ളതായിരുന്നു. വളരെ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആപ്പിൾ സ്മൂത്തി വിത്ത് മൈക്രോഗ്രീൻസ് ആയിരുന്നു രണ്ടാമത്തെ വീഡിയോ. ഈ 2 വീഡിയോസും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലിസ്റ്റിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റിയും ആരോഗ്യവും ലഭിക്കാനായിട്ട് മൈക്രോഗ്രീൻസ് വളരെ നല്ലതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മൈക്രോഗ്രീൻസ് വളർത്തിയെടുക്കുന്ന രണ്ടാമത്തെ രീതിയാണ്. ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നെറ്റ് പോലെയുള്ള ഒരു ട്രേ ആണ്. കുറേശ്ശേ വിത്തുകൾ മാത്രമാണ് ഞാൻ മുളപ്പിച്ചെടുക്കാറുള്ളത്. കുറച്ച് വലിയ ട്രേ ആയതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ടൈപ്പ് സീഡ്സ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഉലുവ, കുറച്ച് കടുക്, സാധാരണ പച്ചപ്പയർ. ഈ നെറ്റ് പോലെയുള്ള ട്രേ അത് ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വളർത്തിയെടുക്കുന്നത്. താഴത്തെ പാത്രത്തിൽ ജസ്റ്റ് മുകളിലത്തെ ട്രേ തൊട്ടിരിക്കാനും പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചേക്കുക. വിത്തുകൾ പാകിയിരിക്കുന്ന ടിഷ്യൂ പേപ്പർ എപ്പോഴും മോയ്സ്ചേർഡ് ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കിയാൽ മതിയാവും. ആദ്യത്തെ ദിവസം നമുക്കിതിൻ്റെ അകത്ത് ഒരു മോയ്സ്ചേർഡ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ മുകളിൽ വിരിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ജെർമിനേഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കുന്നതാണ്. 24 hours കഴിയുമ്പോൾ തന്നെ ഇതിൽ സ്പ്രൗട്ട്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. സാധാരണ ഉലുവയുടെ സീഡ്സൊക്കെ കുറച്ച് പെതുക്കെയാണ് വളരാറ്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീഡ്സ് തലേദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം വിതറി കൊടുത്താൽ മതി. അപ്പോൾ ജെർമിനേഷൻ വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ്. നമ്മളുടെ അടുക്കളയിൽ തന്നെ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ വിൻഡോയുടെ അടുത്തോ മറ്റോ വെച്ചാൽ മതിയാവും. ഒമ്പത് 10 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുന്ന പാകത്തിലാവുന്നതാണ്. മൈക്രോഗ്രീൻസ് യൂസ് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമുക്കിതിനെ തോരനായിട്ടും കറിയായിട്ടും അതുപോലെ ജ്യൂസിൽ ആഡ് ചെയ്തും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. മൈക്രോഗ്രീൻസിന് സാധാരണ ഒരു സ്ട്രോങ് ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് എന്തിൻ്റെ കൂടെയും നമ്മൾക്കത് ചേർക്കാവുന്നതാണ്. മൈക്രോഗ്രീൻസ് ആഡ് ചെയ്ത് നമ്മൾക്ക് സ്മൂത്തീസ് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന സ്മൂത്തിയുടെ കൂടെ മൈക്രോഗ്രീൻസ് കുറച്ച് അടിച്ചു ചേർത്താൽ മതിയാവും. ദോശയുടെ ടോപ്പിൽ മൈക്രോഗ്രീൻസ് വിതറിയിട്ട് നമുക്ക് അല്പം നെയ്യൊക്കെ ചേർത്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി ഗുണകരമായിട്ടുള്ള ഒരു ഭക്ഷണം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഏത് കറിയിലാണെങ്കിലും കറി പാകമാവാറാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് മൈക്രോഗ്രീൻസ് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഗോതമ്പ് ദോശയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും സലാഡിൻ്റെ കൂടെയാണെങ്കിലും ഒക്കെയും മൈക്രോഗ്രീൻസ് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എഗ് ബുർജിയാണ്. മൈക്രോഗ്രീൻസ് യൂസ് ചെയ്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടത്തോരനാണ് എഗ് ബുർജി. ഏകദേശം ഇത്രയെങ്കിലുമൊക്കെ അളവുണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് കുറച്ച് നല്ല ഒരു എഗ് ബുർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മൈക്രോഗ്രീൻസ് നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലെടുക്കുക. അതിലേക്ക് 4 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/4 ഭാഗം ക്യാപ്സിക്കം, 1/2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നന്നായി പതപ്പിച്ചെടുക്കുക. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഒരു കൂട്ടം ഒഴിച്ചു കൊടുക്കുക. മീഡിയം സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കാൻ ഒഴിക്കുന്നത് പോലെ തന്നെ ഒഴിക്കുക. അതിനുശേഷം ജസ്റ്റ് മുരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ചിക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ചിക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം മുരിഞ്ഞൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ചൂടോടുകൂടി കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ തോരൻ പോലെ ആയാലും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള മൈക്രോഗ്രീൻ എഗ് ബുർജി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരേക്കും ബൈ ഫ്രം യുവർ ഷബു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.